ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതാണ് ഗ്രാഫ് തിയറി. അപ്പോൾ എന്തിനാണ് ഈ ഗ്രാഫ് തിയറി, എവിടെ നിന്നാണ് ഈ ഗ്രാഫ് തിയറി എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടായതെന്നുള്ളത് നോക്കാം. ഓയിലർ 1736 അന്ന് ഒരു പ്രോബ്ലം, വളരെ ഫേമസ് ആയിട്ടൊരു പ്രോബ്ലം ആയിരുന്നു കോയിൻസ്ബർഗ് പ്രോബ്ലം. സോ ഈ കോയിൻസ്ബർഗ് പ്രോബ്ലത്തിലൂടെയാണ് നമ്മുടെ ഈ ഗ്രാഫ് തിയറി എന്ന് പറയുന്നത്, ഈ ഓൾഡ് ഫീൽഡ് ഓഫ് സ്റ്റഡി സ്റ്റാർട്ടിങ്. സോ ഇതിലൂടെ ഓയിലർ പ്രൂവ് ചെയ്യാണ് ഈ എന്താണ് ഈ കോയിൻസ്ബർഗ് പ്രോബ്ലം എന്ന് അറിയോ. അതായത് കുറെ ഐലൻഡുകളുണ്ട്, അതിലൊക്കെ റിവേഴ്സ് ആയിട്ട് ഇടയിലൊക്കെ റിവർ ഉണ്ട്, അതേപോലെ 7 പാലും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്ന്, കോയിൻസ്ബർഗ് എന്ന ഏരിയയിലെ ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് ഒറിജിനൽ പ്ലേസിൽ തന്നെ തിരിച്ചെത്തണം. ഒരു പ്ലേസിൽ നിന്ന് പുറപ്പെട്ട് ആ ഒറിജിനൽ പ്ലേസിൽ നിന്ന് തിരിച്ചെത്തണം. ആ 7 പാലും എക്സാക്ട്ലി ഒരു തവണ മാത്രമേ നമുക്ക് പോവാൻ പറ്റൂ. ഇതിനെയാണ് നമ്മൾ കോയിൻസ്ബർഗ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഈ മാത്തമാറ്റീഷ്യൻസ് പൊതുവെ ഇങ്ങനെയല്ല ഓരോ പോസിബിലിറ്റീസ് എങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടൊന്നും നമുക്കറിയാം. ഈ മാത്തമാറ്റീഷ്യൻസ് ഇപ്പൊ എന്ത് ചെയ്യും, ഇതിനെ ഒരു അബ്സ്ട്രാക്ട് സ്ട്രക്ചർ, ഒരു മോഡൽ ഉണ്ട്. ആ ലാൻഡിനെയൊക്കെ ഒരു സർക്കിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യും. അതേപോലെ തന്നെ ബ്രിഡ്ജിനെയൊക്കെ നമ്മൾ ഓരോ എഡ്ജായിട്ട് റെപ്രസെന്റ് ചെയ്യും, ലൈനായിട്ടും അതേപോലെ ഡോട്ടായിട്ടും റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഈ ഓരോ ലൈൻ എന്ന് പറയുന്നത് ആ ബ്രിഡ്ജിന്റെ ഒരു അബ്സ്ട്രാക്ഷൻ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ വെർട്ടിസസ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ഷൻ. അപ്പൊ നമുക്ക് എന്നിട്ട് ഓയിലർ പ്രൂവ് ചെയ്യണം ഇതൊരിക്കലും പോസിബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് പ്രൂവ് ചെയ്യും. അപ്പൊ ഈ ഗ്രാഫ് തിയറി ഉപയോഗിച്ചിട്ട് നമുക്ക് പല അസംഷൻസും മാത്തമാറ്റിക്കലി റോങ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ റിയൽ വേൾഡ് പ്രോബ്ലംസ് നമുക്ക് എങ്ങനെയാണ് ഒരു ഡോട്ടും ലൈനും ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെയാണ് ഈ ഗ്രാഫ് തിയറിയുള്ള കൺസെപ്റ്റ് ഡെവലപ്പ്. നിങ്ങൾ കേട്ട് കാണും, ഈ ഫേമസ് ആയിട്ടുള്ള ഒരു സർവേ ഉണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ നടത്തുന്നത്. അതിൽ പറയുന്നത് ഏത് ജെൻഡറിനാണ് ഏറ്റവും കൂടുതൽ പാർട്ട്നേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സർവേ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാലോ, ഒരു സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് മണി. ആ സർവേ നമുക്ക് ഗ്രാഫ് തിയറിയിലാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. സോ അതായത് ഇപ്പോ റേഷ്യോ ഓഫ് ആവറേജ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ എന്നുള്ള രീതിയിൽ എടുക്കുക. അങ്ങനെ മെന്നിന്റെയും വുമന്റെയും റേഷ്യോ എടുക്കുക. അങ്ങനെയാണ് ആവറേജ് നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് അവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ സോൾവ് ചെയ്തു, ഏതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഈ പല ആപ്ലിക്കേഷൻസും നമുക്ക് എവിടെ ഉണ്ട് ഈ ഗ്രാഫ്. ഉദാഹരണത്തിന് ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പഠിക്കും. ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അൺഡയറക്റ്റഡ് ആണ്. പിന്നെ നമുക്ക് നമ്മളെ തന്നെ ഫ്രണ്ട് ആവാൻ പറ്റുമോ? ഇല്ല, ദർ ഇസ് നോ സെൽഫ്. ഒന്നിൽ ഞാനും നീയുമായിട്ട് അല്ലെങ്കിൽ ഒരാൾ വേറൊരാളുമായിട്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫ്രണ്ട് ആയിട്ട് പറ്റുമോ? ഇല്ല, therefore no multi-age. So Facebook friendship is a simple graph. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ഇൻസ്റ്റാഗ്രാം നോക്കാം. ഇൻസ്റ്റാഗ്രാം ഇപ്പൊ ഞാനിപ്പോ ഒരാളെ ഫോളോ ചെയ്തു, അവര് തിരിച്ച് ഫോളോ ചെയ്യണം നിർബന്ധമില്ല. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഡയറക്റ്റഡ്. നമുക്ക് നമ്മളെ തന്നെ ഫോളോ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ദർ ഇസ് നോ സെൽഫ്. ഒന്നിൽ കൂടുതൽ ഫോളോ ആയിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ദർ ഇസ് നോ മൾട്ടി-age. സോ ഇൻസ്റ്റാഗ്രാം ഫോളോയിങ് ഇസ് എ എക്സാമ്പിൾ ഓഫ് സിമ്പിൾ ഡയറക്റ്റഡ്. സോ നമുക്കപ്പോ ഈ പല കാര്യങ്ങളും, നമുക്ക് റിയൽ വേൾഡിലെ പല കാര്യങ്ങളും നമുക്ക് ഗ്രാഫ് തിയറിയിലേക്ക് നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഗ്രാഫ് തിയറിയുള്ള സബ്ജക്ട്. അപ്പൊ കഴിഞ്ഞ ആ ഓയിലറിന്റെ ആ
അബ്സ്ട്രാക്ഷൻ വരച്ചു, അബ്സ്ട്രാക്ഷൻ ഓഫ് ബ്രിഡ്ജും അതേപോലെ തന്നെ അബ്സ്ട്രാക്ഷൻ ഓഫ് അഥവാ ഏരിയ അഥവാ ലാൻഡ് വരച്ചു, നമുക്കൊരു കാര്യം മനസ്സിലായി. അതായത് ഒരു അബ്സ്ട്രാക്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറയുന്നത് ഗ്രാഫ് ആയിട്ട്. അപ്പോ എന്തിനാണ് ഗ്രാഫ്? വൈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈ ഗ്രാഫ്. അതായത് ടു മോഡൽ റിയൽ വേൾഡ് പ്രോബ്ലംസ് and then solve them by using dots and lines. എന്താണ് ഡോട്ട്സ് എന്ന് പറയുന്നത്? വെർട്ടിസസ് ആണ് ഡോട്ട്സ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്, അതായത് ലൈൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് എഡ്ജ്. ഓക്കെ, സോ നമ്മൾ കോയിൻസിഡൻസ് പ്രോബ്ലത്തിൽ നമുക്ക് മനസ്സിലായി ബ്രിഡ്ജിനെയൊക്കെ നമ്മൾ അതിന്റെ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഓരോ എഡ്ജ് ആയിട്ട് എടുക്കും. അതേപോലെ തന്നെ നമ്മുടെ ഈ അബ്സ്ട്രാക്ഷൻ ഓഫ് ഏരിയ അഥവാ ലാൻഡിനെ നമ്മൾ വെർട്ടെക്സ് ആയിട്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഗ്രാഫ് തിയറി can be used to prove certain assumptions wrong mathematics. So ഇതാണ് ഗ്രാഫ് തിയറി. സോ നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. ഗ്രാഫ് തിയറിയുടെ ആപ്ലിക്കേഷൻസ് വരുന്നത് ഉദാഹരണത്തിന് ഗൂഗിൾ മാപ്പിൽ ഗ്രാഫ് തിയറിയുടെ ആപ്ലിക്കേഷൻസ് ആണ്. അതേപോലെ തന്നെ ഇന്റർനെറ്റ് ഇപ്പോൾ കമ്പ്യൂട്ടർ അതേപോലെ തന്നെ റൗട്ടർ കണക്ഷനൊക്കെ, അതേപോലെ തന്നെ ഫേസ്ബുക്ക് ഇതൊക്കെ ഗ്രാഫ് തിയറിയുടെ ആപ്ലിക്കേഷൻസ്. നമുക്ക് ബേസിക് ടെർമിനോളജി, ഗ്രാഫിന്റെ ബേസിക് ടെർമിനോളജി. സോ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് വി കോമൺ, വി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് വെർട്ടിസസ്. ഇതിലെ ഏതൊക്കെയാണ് വെർട്ടിസസ്? 1, 2, 3 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് എഡ്ജസ്. ഇതിൽ ഏതൊക്കെയാണ് എഡ്ജസ്? E1 എന്നൊരു എഡ്ജാണ്, അതേപോലെ തന്നെ E2 എന്നൊരു എഡ്ജ്. ഇത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? സെറ്റ് ഓഫ് 1 കോമൺ, അതേപോലെ തന്നെ സെറ്റ് ഓഫ് 2 കോമൺ. ഒരിക്കലും ഓർഡേർഡ് പെയർ രൂപത്തിൽ ഒരിക്കലും റെപ്രസെന്റ് ചെയ്യുന്നത്. എപ്പോഴാണ് ഈ ഓർഡേർഡ് പെയർ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത്? ഡയറക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് റെപ്രസെന്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇത് E1 എന്ന എഡ്ജിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇത് E2 എന്നുള്ള എഡ്ജിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ E2 എന്നുള്ള എഡ്ജിന്റെ എൻഡ് പോയിന്റ്സ് ആയിരിക്കും. E2 എന്നുള്ള എഡ്ജ്, 2, 3, ഈ 2ഉം 3ഉം എന്ന് പറയുന്നതാണ് എൻഡ് പോയിന്റ്സ് ഓഫ് E2. എൻഡ് പോയിന്റ്സ് ഓഫ് 2ഉം 3നെയാണ് നമ്മൾ എന്ത് പറയാ? എൻഡ് പോയിന്റ്സ് ഓഫ് E2. സോ എൻഡ് പോയിന്റ്സ് ഓഫ് E2 ഈക്വൽ ടു 2 കോമൺ. ഓക്കെ, ഞാനൊരു ഗ്രാഫ് എടുക്കാം. ഒരു ഗ്രാഫ് എടുക്കാം 1, 2, ഒരു ഗ്രാഫ് എടുക്കാം 1, 2. ഈ ഗ്രാഫുകളെല്ലാം സെയിം ആണ്. അതായത് ഡ്രോയിങ് ഡസൻറ് ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അബ്സ്ട്രാക്ട് സ്ട്രക്ചർ. സോ ഈ വരച്ച 3 ഗ്രാഫ് എന്ത് തന്നെയാണ്? സെയിം. ഓക്കെ, ശരി. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അൺഡയറക്റ്റഡ്.
ഒരു ഗ്രാഫ് എടുക്കും. വെർട്ടിസസ് ആണ് 1, 2 അങ്ങനെ വെച്ചു. ഈ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് എ. ഡയറക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തു. ഡയറക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യും. അതേസമയം ഡയറക്റ്റ് വെർട്ടിസസ് 1 ഉണ്ട്, വെർട്ടിസസ് 2 ഉണ്ട്. അപ്പോൾ 1 നിന്ന് 2ലേക്ക്. ഇതിലെങ്ങനെയാണ് എഡ്ജ് റെപ്രസെന്റ് ചെയ്യുക? ഇതിലെങ്ങനെയാണ് എഡ്ജ് റെപ്രസെന്റ് ചെയ്യുക? ഓർഡേർഡ് പെയർ രൂപത്തിലാണ് എഡ്ജ്. ഓർഡേർഡ് എ കോമ. അപ്പോൾ ഓർഡേർഡ് എ കോമ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിങ് ദാറ്റ് ഫ്രം എ ടു ബി ആണ് ഇതിന്റെ ഡയറക്ഷൻ എന്നാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓർഡേർഡ് പെയർ എ കോമ ബി. ഓക്കെ. സോ നെക്സ്റ്റ് സെൽഫ് ലൂപ്പ് അഥവാ ലൂപ്പ്. എന്താണ് സെൽഫ് ലൂപ്പ് എന്ന് പറയുന്നത്? എഡ്ജസ് whose both endpoints are അതിനെയാണ് നമ്മൾ സെൽഫ് ലൂപ്പ് അഥവാ ലൂപ്പ് എന്ന് പറയുന്നത്. ഇത് സെൽഫ് ലൂപ്പ് ആണ് അല്ലേ? ഇത് സെൽഫ് ലൂപ്പ് അൺഡയറക്റ്റ്. ഇതെന്താ? സെൽഫ് ലൂപ്പ് ഡയറക്റ്റ്. Okay. So, next one, multi edges അഥവാ parallel edges. അതായത് എന്താണ് മൾട്ടി എഡ്ജസ് അഥവാ പാരലൽ എഡ്ജസ് എന്ന് പറഞ്ഞാൽ? ബേസിക്കലി എക്സാക്ട്ലി സെയിം എഡ്ജ്. അതിനെയാണ് നമ്മൾ പാരലൽ എഡ്ജസ് അഥവാ മൾട്ടി എഡ്ജസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ഗ്രാഫ് ഇവിടെ എന്താണ്? E1, E2 equal to what? Set of A. So E1 and E2 are parallel edges. അടുത്തൊരു ഗ്രാഫ് നോക്കാം. ഇപ്പോൾ A, B, E1 ആണ്, E2. Is E1 and E2 are same? No, right? അല്ലേ? E1 not equal to E2. കാരണം E1 എന്താണ്? ഓർഡേർഡ് പെയർ ഓഫ് A, B ആണ്. E2 എന്താണ്? ഓർഡേർഡ് പെയർ ഓഫ് B, A. ഇപ്പൊ ഞാനൊരു ഗ്രാഫ് എടുക്കും. A, B. This is E1. This is E2. Here E1 equal to what? E2. അല്ലേ? Here E1 എന്ന് പറയുന്നതും A, B ആണ്. E2 എന്ന് പറയുന്നതും എന്താണ്? A, B. സോ കൺസെപ്റ്റ് ക്ലിയർ ആയതിനു ശേഷം നമുക്ക് അടുത്തത് പഠിക്കാണ് ടൈപ്സ് ഓഫ് ഓക്കെ. സോ നമുക്ക് നോക്കാം. ബേസ്ഡ് ഓൺ എഡ്ജ്. അതിൽ ഒന്നാമത്തതാണ് അൺഡയറക്റ്റ്. അൺഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ all the edges are undirected. So second, multi-graph. So multi-graph means multiple edges are allowed. So means multi edges are allowed. സോ ഇത് എന്താണ്? ഒരു അൺഡയറക്റ്റ് ഗ്രാഫാണ്. ഇതൊരു അൺഡയറക്റ്റഡ് ഗ്രാഫാണ്. അതേപോലെ തന്നെ നോ സെൽഫ്. നമുക്ക് നോക്കാം. ഇത് മൾട്ടിഗ്രാഫ് ആണോ? യെസ്, ദിസ് ഈസ് മൾട്ടി. ഇത് മൾട്ടിഗ്രാഫ് ആണോ? അതെ, മൾട്ടിഗ്രാഫ് അല്ലേ? ആണല്ലേ?
ഇത് മൾട്ടിഗ്രാഫ് ആണോ? യെസ്, ഇതും മൾട്ടിഗ്രാഫ്. ഇത് മൾട്ടിഗ്രാഫ് ആണോ? നോ. വൈ? ബിക്കോസ് നോ സെൽഫ് ലൂപ്പ് ഈസ് മൾട്ടിപ്പിൾ എഡ്ജസ് അലൗഡ് ആണ്, പക്ഷെ എന്ത് അലൗഡ് അല്ല? സെൽഫ് ലൂപ്പ് അലൗഡ്. സോ അതാണ് അൺഡയറക്റ്റഡ് ഗ്രാഫ്, മൾട്ടിഗ്രാഫ്. സോ നമുക്ക് അടുത്ത ഗ്രാഫിലേക്ക് നോക്കാം. സോ തേർഡ് വൺ ഈസ് സ്യൂഡോ. Okay. Every undirected graph is pseudo. എല്ലാ undirected ഗ്രാഫും pseudo. ഇതില് സെൽഫ് ലൂപ്സ് അലൗഡ്. സെൽഫ് ലൂപ്സ് എന്താണ്? അലൗഡ്. മൾട്ടിപ്പിൾ എഡ്ജസും മൾട്ടി എഡ്ജസും. അപ്പോ ഇത് സ്യൂഡോഗ്രാഫ് ആണോ? ഇത് സ്യൂഡോഗ്രാഫ് ആണോ? യെസ്, ഇതും സ്യൂഡോഗ്രാഫ്. സോ മൾട്ടിപ്പിൾ സെൽഫ് ലൂപ്സും എന്താണ്? ഓക്കെ. സോ നെക്സ്റ്റ് ഡയറക്റ്റഡ് മൾട്ടിപ്ലൈ. ഡയറക്റ്റഡ് മൾട്ടിപ്ലൈ ഇതൊരു ഡയറക്റ്റഡ് ഗ്രാഫ്. ഇതൊരു ഡയറക്റ്റഡ്. സോ ഇത്രയും നേരം പറഞ്ഞത് അൺഡയറക്റ്റഡ് ഗ്രാഫിനെ കുറിച്ചായിരുന്നു. അൺഡയറക്റ്റഡ് ഗ്രാഫ്, മൾട്ടി ഗ്രാഫ്, സ്യൂഡോഗ്രാഫ്, ഇതൊക്കെ എല്ലാം അൺഡയറക്റ്റഡ്. ഈ ഡയറക്റ്റഡ് മൾട്ടിഗ്രാഫ് ആണ്. ഇതൊരു ഡയറക്റ്റഡ് ഗ്രാഫാണ്, പക്ഷെ ഇതിൽ സെൽഫ് ലൂപ്പ് അല്ല. സെൽഫ് ലൂപ്പ് അല്ല. നോക്കാം. ഇത് ഡയറക്റ്റഡ് മൾട്ടിഗ്രാഫിന്റെ എക്സാമ്പിൾ. ഓക്കെ. സോ നെക്സ്റ്റ് സിമ്പിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന 90% പ്രോബ്ലംസും സിമ്പിൾ. എന്താണ് സിമ്പിൾ? ഇഫ് ഐ ഡോണ്ട് നോ മെൻഷൻ എനിത്തിങ്, സോ ഇറ്റ് ഈസ് കോൾഡ് സിമ്പിൾ. അല്ലേ? സോ ഫസ്റ്റ് വൺ ഈസ് അൺഡയറക്റ്റഡ്. ഇത് അൺഡയറക്റ്റഡ് ആണ്, സിമ്പിൾ ഗ്രാഫ്. അതേപോലെ തന്നെ നോ സെൽഫ് ലൂപ്പ് and no multi edges are allowed. No multi edges are allowed. Okay, നോക്കാം. ഇതൊരു സിമ്പിൾ ഗ്രാഫ് ആണോ? അല്ല. ഇതൊരു സിമ്പിൾ ഗ്രാഫ് ആണോ? യെസ്. അതെ. ഇതൊരു സിമ്പിൾ ഗ്രാഫ് ആണോ? ഇതൊരു സിമ്പിൾ ഗ്രാഫ് ആണോ? സ്വർണോ? സോ നമുക്ക് എന്താണ്? അൺഡയറക്റ്റഡ് ആയിരിക്കണം, സെൽഫ് ലൂപ്പും മൾട്ടി എഡ്ജസും വരാൻ പാടില്ല എന്ന് മാത്രം ചെക്ക് ചെയ്താൽ. ഓക്കെ. സോ നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് സിമ്പിൾ ഗ്രാഫ് പറയുന്നതിന് മുമ്പ് ബാക്കിയുള്ള രണ്ട് ഗ്രാഫിനെ കുറിച്ച് ഒന്ന് പറഞ്ഞോട്ടെ. ഡയറക്റ്റഡ് സിമ്പിൾ. ഡയറക്റ്റഡ് അതായത് ഇത് ഡയറക്റ്റഡ് ആണ്. അതേപോലെ തന്നെ ഇതില് സെൽഫ് ലൂപ്പോ, അതേപോലെ തന്നെ നോ മൾട്ടി. ഇപ്പോ ഇതൊരു ഡയറക്റ്റഡ് സിമ്പിൾ ഗ്രാഫ് ആണോ? ഡയറക്റ്റഡ് സിമ്പിൾ. ഇതൊരു ഡയറക്റ്റഡ് സിമ്പിൾ ഗ്രാഫ് ആണോ? ദിസ് ഈസ് ഡയറക്റ്റ്. ഇത് ഡയറക്റ്റഡ് സിമ്പിൾ ഗ്രാഫ് ആണോ? അല്ല. കാരണം എന്താണ്? നോ മൾട്ടി എഡ്ജസ് ആർ അല്ല. ഇത് ഡയറക്റ്റഡ് സിമ്പിൾ ഗ്രാഫ് ആണോ? നോ. എന്തുകൊണ്ടാണ്? നോ സെൽഫ് ലൂപ്പ് ഈസ് അല്ല. ഓക്കെ. സോ നെക്സ്റ്റ് മൾട്ടി. ഇതൊരു അൺഡയറക്റ്റഡ് ഗ്രാഫ്. അൺഡയറക്റ്റഡ് എന്താണ്?
has multi-set of edges. നമുക്ക് നോക്കാം. ഇവിടെ നമുക്കറിയാലോ ജി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് വി കോമ ഇ. ഇതിൽ വി എന്താ വരിക? സെറ്റ് ഓഫ് എ കോമ ബി. ഇ എന്താ വരിക? സെറ്റ് ഓഫ് എ കോമ ബി കോമ സെറ്റ് ഓഫ് എ കോമ. അതെന്നാൽ ഇതിനാണ് മൾട്ടി സെറ്റ്. ഇതിനാണ് നമ്മൾ മൾട്ടി സെറ്റ്. ഓക്കെ, സോ മൾട്ടി സെറ്റ് ഓഫ് എഡ്ജസ് വരുന്നതിന് നമ്മൾ മൾട്ടി സെറ്റ്. സോ ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ഇനി ഡയറക്റ്റ് സിമ്പിൾ ഗ്രാഫിൽ ഉദാഹരണത്തിന് എ ബി, ഇതിൽ നമ്മൾ എഡ്ജ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്നുള്ളത് ശ്രദ്ധിക്കുക. വെർട്ടീസസ് എന്താണ്? സെറ്റ് ഓഫ് എ കോമ ബി. എഡ്ജ് എങ്ങനെയാണ്? എ കോമ ബി, ഓർഡേർഡ് പെയർ എ കോമ ബി, ദെൻ ഓർഡേർഡ് പെയർ ബി കോമ. ഇത് നമുക്കൊരു ഗ്രാഫ് എടുക്കാം. എ ബി സി ഡി. ഇപ്പോൾ E1 E2 E3 E4 ഇതിലെ സെറ്റ് ഓഫ് വെർട്ടിസസ് ഏതാ? എ ബി സി ഡി. ഓക്കെ, അതായത് സോ മൊത്തം എത്ര വെർട്ടിസസ് ഉണ്ട്? 4 വെർട്ടിസസ്. സോ നമ്പർ ഓഫ് വെർട്ടിസസിനെയാണ് നമ്മൾ ഓർഡർ ഓഫ് ക്ലാസ്. ഇതിൽ എത്ര എഡ്ജ് ഉണ്ട്? 5 എഡ്ജ് അല്ലെ? E1 E2 E3 E4 E5. സോ ഈ നമ്പർ ഓഫ് എഡ്ജസിനെയാണ് സൈസ് ഓഫ് ഗ്രാഫ്. സോ ഓർഡർ ഓഫ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് വെർട്ടിസസ് ആണ്. അതേപോലെ തന്നെ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നതാണ്, ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസിനെയാണ് നമ്മൾ എന്ത് പറയാ? സൈസ് ഓഫ് ഗ്രാഫ്. ഓക്കെ, നെക്സ്റ്റ് നൾ ഗ്രാഫ്. എഡ്ജസ് ഒന്നും ഇല്ലാത്ത ഗ്രാഫിനാണ് നമ്മൾ നൾ ഗ്രാഫ്. ഇവിടെ നോക്കാം, ഇത് ഒരു വെർട്ടിസസ് ആണ്. ഈ ഒരു വെർട്ടിസസിനെ നമ്മൾ വേറൊരു പേര് കൂടെ പറയും, ട്രിവിയൽ ഗ്രാഫ് എന്നുള്ള പേര്. ട്രിവിയൽ ഗ്രാഫ്. സോ ദിസ് ഈസ് എ നൾ ഗ്രാഫ് ഓഫ് ഓർഡർ 1. നൾ ഗ്രാഫ് ഓഫ് ഓർഡർ 1നെയാണ് നമ്മൾ ട്രിവിയൽ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതെന്താണ്? നൾ ഗ്രാഫ് ഓഫ് ഓർഡർ. ഇതെന്താണ്? നൾ ഗ്രാഫ് ഓഫ് ഓർഡർ. സോ നമുക്ക് നോക്കാം, ശ്രദ്ധിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിമ്പിൾ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ എഡ്ജും സെൽഫ് ലൂപ്പും ഒന്നും ഇല്ലാത്ത ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? സിമ്പിൾ ഗ്രാഫ്. സോ സിമ്പിൾ ഗ്രാഫിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിമ്പിൾ ഗ്രാഫിന് പ്രോപ്പർട്ടീസ്. ഒന്നാമത്, every simple graph must contain at least n-1 edges to ensure that it is correct. ഉദാഹരണത്തിന് ഒരു 3 വെർട്ടിസസ് ഇല്ലേ? നോക്കൂ, 3 - 1 എത്രയാണ്? 2. മിനിമം 2 എഡ്ജ് ഉണ്ടെങ്കിൽ മാത്രം ഈ ഗ്രാഫ് എന്താന്ന് പറയാൻ പറ്റും? കണക്റ്റഡ് ആണ്. മിനിമം 2 അല്ലെ n-1 എഡ്ജസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കണക്ട് വെർട്ടിസസ് തമ്മിലൊക്കെ ഒരു കണക്ഷൻ ഉണ്ട് നമുക്ക് പറയാം. ഓക്കെ, അതേസമയം നമുക്ക് നോക്കാം, അടുത്ത പോയിന്റ് നോക്കാം. every vertex in a simple graph contains at most n-1 edges. മാക്സിമം എത്ര എഡ്ജസ് വരാൻ പോകും? n-1 എഡ്ജസ് വരാം. ഓക്കെ, സോ
A, B, C. ഇത് എത്ര വെർട്ടിക്സ് ഉണ്ട്? 3 വെർട്ടിക്സ്. എത്ര എഡ്ജസ് ഉണ്ട്? 3 എഡ്ജസ് അല്ലേ? A, B, C. ഇത് 3 വെർട്ടിക്സ്, ഒരു എഡ്ജ്. A, B, C. സോ ഇത് 3 വെർട്ടിക്സ്, എത്ര എഡ്ജ്? 2 എഡ്ജ്. A, B, C. സോ ഇതിൽ 3 വെർട്ടിക്സ്, അതേപോലെ തന്നെ 3 എഡ്ജ്. ഓക്കെ. സോ ഒരു വെർട്ടെക്സ് എത്ര എഡ്ജിന് നോക്കും? ഇതിപ്പോ ബി എന്ന വെർട്ടെക്സിന് E1 E2 അല്ലെ. എ എന്ന വെർട്ടെക്സിനോ E1 E3, സി എന്ന വെർട്ടെക്സിനോ E2 E3. സോ ഓരോ വെർട്ടെക്സിനും മാക്സിമം എത്ര എഡ്ജസേ പാടുള്ളൂ? n-1 എഡ്ജസേ പാടുള്ളൂ. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് പോയിന്റ്. സിമ്പിൾ simple with n vertices, the maximum number edges എന്ന് പറയുന്നത് എത്രയാണ്? n into n-1 divided by 2. n into n-1 divided by 2. Okay. So clear ആവുന്നല്ലോ? ഇവിടെ A, B, C, ഇത് നോക്കാം. എത്രയുണ്ട് വെർട്ടിസസ്? 4 ഉണ്ട്. വെർട്ടിസസ് എത്രയുണ്ട്? 4. ഓക്കെ. ഇവിടെ നോക്കാം. ഡിഗ്രി എന്ന് പറയുമ്പോൾ ആ വെർട്ടെക്സിൽ എത്ര എഡ്ജസ് ഇൻസിഡന്റ് ആയിട്ടുണ്ടെന്ന് നോക്കാം. എത്ര എഡ്ജസ് ഉണ്ട്? 3. ഡിഗ്രി ഓഫ് ബി എത്രയാണ്? 3. ഡിഗ്രി ഓഫ് സി എത്രയാണ്? 3. ഡിഗ്രി ഓഫ് ഡി എത്രയാണ്? 3. ഈ 3 എന്ന് പറയുന്നത് എന്താണ്? n-1 അല്ലേ? ആണോ അല്ലേ? സോ നമുക്കറിയാം എല്ലാ മിനിമം n-1 എഡ്ജസ് ഉണ്ടെങ്കിൽ ആണോ അല്ലേ? മിനിമം n-1 എഡ്ജസ് ഉണ്ടെങ്കിൽ നമുക്കിത് പറയാൻ പറ്റും ഇതാണ് കണക്റ്റഡ് ആണ്. സോ കണക്റ്റഡ് ആണ് അല്ലേ? ആണോ അല്ലേ? സോഴ്സ് V1 V2 etc. up to Vn ഉണ്ട് അല്ലേ? So in order to make connected, V1 should have connection with other vertices അല്ലേ? So degree of V1 എന്ന് വരും. ഡിഗ്രി ഓഫ് V1 എന്ന് പറയുന്നത് n-1. ഡിഗ്രി ഓഫ് V2 എന്ന് വരും n-1 etc. up to ഡിഗ്രി ഓഫ് Vn എന്ന് പറയും n-1. Therefore ഇതിനെല്ലാം സമ്മേഷൻ നോക്കാം. Sigma I is equal to 1 to n. Degree of Vi is equal to what? N into n-1. N into n-1. Okay. So, അതേപോലെ തന്നെ അക്കോർഡിംഗ് ടു ഡിഗ്രി സമ്മേഷൻ തിയറം എന്താ പറയുന്നത്? I is equal to 1 to n. ഡിഗ്രി ഓഫ് Vi എന്ന് പറയുന്നത് എന്താണ്? 2 into modulus of E അല്ലേ? ആണോ അല്ലേ? So 2 into modulus of E is nothing but n into n-1. So modulus of E is nothing but n into n-1 divided by 2. So in a simple graph with n vertices, the maximum number of edges is n into n-1 divided by 2. Okay. So next, in a simple graph, with n vertices, the sum of d of all vertices, must be equal. All vertices must be equal. Okay. So according to some degree of vertex theorem, degree summation theorem, sigma I is equal to 1 to n. Degree of Vi എന്ന് പറയുന്നത് 2 into modulus of E അല്ലേ? So 2 times എന്ന് പറയുന്നത് എന്താ അർത്ഥം? So that means it is even. So 2 times means it is
സം ഓഫ് ഡിഗ്രി ഓൾ വെർട്ടിസസ് എന്തായിരിക്കും എപ്പോഴും. ഓക്കെ, സോ നെക്സ്റ്റ് in a simple graph, with n vertices, the total number of vertices of odd degree must be making a simple graph with n vertices, the total number of vertices of odd degree must be. നമുക്ക് ഒരിക്കലും ഓഡ് ഡിഗ്രി ആയിട്ടുള്ള സംഭവം ഓഡ് നമ്പേഴ്സ് ആയിട്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്രാഫ് തിയറിയിൽ വരയ്ക്കാൻ സാധ്യത. അങ്ങനത്തെ ഒരു ഗ്രാഫേ ഇല്ല. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ പറയാം സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n, ഡിഗ്രി ഓഫ് വി ഐ ഇസ് ഈക്വൽ ടു 2e ആണ്. ഓക്കെ, അതായത് ഇപ്പൊ വിചാരിക്കുക എന്താണ്, ഇപ്പൊ വിചാരിക്കുക കെ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ഓഡ് ഡിഗ്രിയാണ്. സോ ഈ 2e എന്ന് പറയുന്നത് സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to k ഡിഗ്രി ഓഫ് വി ഐ പ്ലസ് സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n minus k, ടോട്ടൽ n വെർട്ടിസസ്, ഡിഗ്രി ഓഫ് ഇത് എന്തായാലും ഈവൺ ആണ്. അപ്പൊ ഇതെന്ത് പറയണത് എന്തായിരിക്കും, ഇത് ഓഡ് ഡിഗ്രിയാണ്. സോ ഇതിന്റെ നമ്പർ എന്ന് പറയുന്നത് ഈവൻ ആണെങ്കിൽ മാത്രമല്ലേ 2 ഈവൻ വരും. ഈ ഡിഗ്രി എന്ന് പറയുന്നത് ഓഡാണ്, ഈ ഡിഗ്രി എന്ന് പറയുന്നത് ഈവൺ. സോ ഇതിന്റെ സമ്മേഷൻ ഈവൺ ആ വരിക. ഈ ഈവൺ പ്ലസ് ഈവൺ അല്ലേ ഈവൺ വരില്ല. ഈവൺ പ്ലസ് ഓഡ് എന്തായാലും ഈവൺ ആയിരിക്കും. സോ സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to k ഡിഗ്രി ഓഫ് വി ഐ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും. ഓക്കെ, സോ സ്വയം നമുക്കൊരു കാര്യം മനസ്സിലായി. സോ ഔട്ട് ഓഫ് n vertices, if we have k vertices of odd degree and remaining n minus k vertices of even degree, then to ensure that sum of degree of vertices are even, we have to take k as even. Okay, so next വളരെ important point is the total number simple graphs are possible with n vertices is equal to 2 raised to n into n minus 1 graphs. 2 raised to n into n minus 1 graphs. Okay, so ഇത്രയുമാണ് സിമ്പിൾ ഗ്രാഫിന്റെ പ്രോപ്പർട്ടീസ്.